ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് യോഗിനി ഏകാദശിയുടെ ആ ഒരു ആരംഭ ദിവസമാണല്ലോ. യഥാർത്ഥത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ഉദിക്കുമ്പോൾ ഏകാദശി തിഥിയില്ല. അതിനുശേഷം ഇന്ന് മുഴുവൻ സമയവും ഏകാദശിയുണ്ട്. നാളെ വെളുപ്പിന് വരെയും ഏകാദശി ആ തിഥി നിലനിൽക്കുന്നുണ്ട്. നാളെ ദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന ഏകാദശിയാണ് വൈഷ്ണവപക്ഷ ഏകാദശിയായി നാം ആചരിക്കുന്നത്. ഇന്നാണ് ഏകാദശി എടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, അതിനുള്ള സാഹചര്യം ഉള്ളൂ എങ്കിൽ ഇന്ന് തന്നെ ഏകാദശി എടുക്കാം. ഇന്ന് ഏകാദശി, നാളെയാണ് ഏകാദശി എടുക്കുന്നതെങ്കിൽ പോലും ഇന്നും ഏകാദശിയുടെ ആ ഒരു ചിട്ടയോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഭഗവത് നാമങ്ങളിൽ ലയിച്ചിരിക്കുക. കഴിഞ്ഞ ഏകാദശിക്ക്, നിർജ്ജല ഏകാദശിക്ക് ഞാൻ പറഞ്ഞിരുന്നു, ധാരാളം ഈശ്വരീയമായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത്. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നാമം ജപിക്കും, കുറച്ച് മാലജപങ്ങളുമൊക്കെ നടത്തും, അതിനുശേഷം ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യും, പിന്നെ നമ്മുടെ നിത്യകർമ്മങ്ങളിലേക്കൊക്കെ ഏർപ്പെടും. അപ്പോൾ നമ്മൾ ഭഗവാനെ വിസ്മരിക്കുക, നമ്മുടെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവുകയില്ല. നമ്മൾ മറ്റ് കർമ്മങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ചില ചിന്തകൾ ഭഗവാനുമായിട്ട്, ഈ പ്രപഞ്ച വിധാനവുമായി ബന്ധപ്പെട്ട്, ഇവിടെ ആദിയിലുണ്ടായ ആ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ഇതിൽ നമ്മുടെ റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കുമ്പോൾ നമ്മൾ ആ ഭഗവത് ചിന്തയിൽ നിന്ന് വേർപെട്ടു പോകില്ല. നമ്മൾ കർമ്മങ്ങളൊക്കെ ചെയ്യുമെങ്കിലും നിരന്തരം ആ ചിന്തകൾ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്നുള്ളത്. ബ്രഹ്മചര്യം എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ വിവാഹമൊന്നും കഴിക്കാതെ കുടുംബമായി ജീവിക്കാതെ ഏകാന്തത്തിൽ സന്യാസിമാരെ പോലെ ഇരിക്കുന്നതാണ് ബ്രഹ്മചര്യം എന്ന്. പക്ഷേ ബ്രഹ്മചര്യം എന്നാൽ അതൊന്നുമല്ല. ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കുക എന്നതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രഹ്മത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആ സത്യം നമ്മൾ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിന്റെ അർത്ഥം മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊന്നുമില്ല. അതിലെ ഓരോ ഘടകങ്ങളുമാണ് നാം ഓരോരുത്തരും ഇവിടെ കാണുന്ന എല്ലാം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന സർവ്വതും. എന്നാൽ ഈ ബ്രഹ്മത്തെ ഇത് ബ്രഹ്മത്തിലാണ് നാം നിലനിൽക്കുന്നതെന്നും ഇവിടെ കാണുന്നതൊക്കെ സാക്ഷാൽ പരബ്രഹ്മമാണെന്നും നമ്മുടെ ഉള്ളിൽ ജീവനായി, ആ ജീവനെ നിലനിർത്തുന്ന ആത്മാവായി പ്രവർത്തിക്കുന്നതും സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എന്നൊക്കെയുള്ള ആ മഹത് തത്വങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കത്തില്ല, മായയുടെ കടുംപിടുത്തം കാരണം. അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിച്ച് ബ്രഹ്മത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്നത്, ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മം, ഇവിടെ നാം നിലനിൽക്കുന്നത് ബ്രഹ്മം, നമ്മുടെ ഉള്ളിലും പുറത്തുള്ളതും പരബ്രഹ്മം തന്നെ. എന്നാൽ ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അതിലേക്ക് ഊഴ്ന്നിറങ്ങുന്ന ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നവരെയാണ് ബ്രഹ്മചാരികൾ എന്ന് നമ്മൾ പറയുന്നത്. ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കുന്നവർ. അതിനു വേണ്ടിയിട്ട് കുടുംബവും സമൂഹവും ഒക്കെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഏകാന്തത്തിൽ പൂർണ്ണമായ ബ്രഹ്മത്തിന്റെ ലയനത്തിലേക്ക് ചെന്ന് പൂർണ്ണമായ ആ ഒരു സമാധിയിലൂടെ ഭഗവാനെ അറിയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ. അവർ തുടക്കത്തിൽ തന്നെ അതിലേക്ക് അങ്ങ് പോവുകയാണ്. ശ്രീ ശങ്കരാചാര്യരെ പോലെയോ സ്വാമി വിവേകാനന്ദനെ പോലെയോ അദ്ദേഹത്തിന്റെ ഗുരുവായ പരമഹംസരെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ പോലെയോ അവർക്ക് ജന്മന തന്നെ അത് തന്നെയാണ് അവരുടെ ദൗത്യം. അതുകൊണ്ട് അവർ അതിലേക്ക് തന്നെ സഞ്ചരിക്കും. എന്നാൽ ഗൃഹസ്ഥാശ്രമികളായി ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ഗൃഹസ്ഥ കർമ്മം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും നാം ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കുകയും വേണം. അപ്പോഴാണ് ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പൂർണ്ണതയുണ്ടാവുകയും നമ്മൾ ഈ ഭൗതികത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇനിയുള്ള ജന്മങ്ങളിലും ഈ ജന്മവും നമ്മുടെ തലമുറകൾക്കും ഒക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സ് നിരന്തരം ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കണം. അതാണ് ശരിക്കും ബ്രഹ്മചര്യം. ഇത് ഈ തപസ് അനുഷ്ഠിക്കുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് ഈ ഏകാദശി വ്രതങ്ങൾ എന്ന് പറയുന്ന കലിയുഗത്തിലെ തപസ്സുകളാണ്. ഈ തപസ് അനുഷ്ഠിക്കുന്ന ഈ ദിവസങ്ങളിൽ എങ്കിലും നമ്മൾ ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കണം.
എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ ജീവജാലങ്ങളെയും നിങ്ങളെടുത്ത് പരിശോധിക്കും. നിങ്ങളുടെ ചിന്തകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നിങ്ങൾ ബ്രഹ്മത്തിലൂടെ തന്നെ സഞ്ചരിച്ച് ബ്രഹ്മചാരികളായി മാറാൻ വേണ്ടിയാണ് ഈ ചിന്തകൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ഓരോരുത്തരും ഓരോ വിഷയങ്ങൾ പഠിക്കുന്നു, അതിൽ പ്രാഗൽഭ്യം നേടുന്നു, നേടാതിരിക്കുന്നു, എന്തെങ്കിലും തൊഴിലൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തെല്ലാം ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഒരു ചെടിയെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബോട്ടണി. ജീവികളെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ സുവോളജി. ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫി. ഇവിടെയുള്ള തന്മാത്രകളെക്കുറിച്ച് പ്രകൃതിയിൽ ഓരോന്നും ഉണ്ടായിരിക്കുന്ന ആ തന്മാത്രകൾ, ആറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം. ഇവിടെ കാണുന്ന ഭൗതികമായിട്ടുള്ള ആ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണവും വികർഷണവും ആ ശക്തിയും ആ ഫോഴ്സും അതിൻ്റെ മൂവ്മെൻറ്റ്സും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഫിസിക്സ് അല്ലെ ഭൗതിക ശാസ്ത്രം. ഇവിടുത്തെ പുരാതന കാലം തൊട്ടുള്ള മനുഷ്യ വംശത്തിൻ്റെ ചരിത്രം എടുത്ത് പഠിക്കുന്നതാണ് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്ര പഠനം. ഇങ്ങനെ ഇതിൻ്റെ ഇനി ധാരാളം, ഞാൻ ഇനി പറയാത്ത ധാരാളം വിഷയങ്ങൾ വേറെ നിൽപ്പുണ്ട്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം, ഫോസിൽസിനെ കുറിച്ചുള്ള പഠനം, മൃഗങ്ങളെ ആധികാരികമായി വളർത്തുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രശാഖ. എന്താണ് ഇവിടെ ഇല്ലാത്തത്? ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഞാനിത് നിങ്ങളെ രാവിലെ ഈ വിഷയങ്ങൾ, സ്കൂളിലെ വിഷയങ്ങളൊന്നും പഠിപ്പിക്കുകയല്ല. ഇതൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. ഈ വിവിധമായ ശാസ്ത്രശാഖകൾ മനുഷ്യൻ പഠിക്കുന്നു. ഈ വിവിധമായ ശാസ്ത്രശാഖകൾ എവിടെ നിന്നാണ് വന്നത്? ഈ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റിനും കാണുന്ന വിഷയങ്ങളെ അധികരിച്ചല്ലേ നമ്മൾ വിവിധമായിട്ടുള്ള ശാസ്ത്ര വിഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് രാവിലെ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചതാണോ ഇത്? അല്ല. ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിവിധ ശാസ്ത്രശാഖകളായി മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ശാസ്ത്രത്തിൽ മാത്രമാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് ഒരാൾ ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അല്ലെങ്കിൽ ഗവേഷണമോ നടത്തി അതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തി എന്തെങ്കിലും ഒരു തൊഴിൽ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഒരു വ്യക്തി അതിലേതെങ്കിലും ഒരു ജീവജാലങ്ങളുടെ ഏതെങ്കിലും ഒരു ഘടനയെക്കുറിച്ച് മാത്രമാണ് ഒരു ജന്മം കൊണ്ട് പഠിക്കുന്നത്. എന്നാൽ അനേക കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ ഇവിടെയുണ്ട്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള. അവയെയൊക്കെ സൃഷ്ടിച്ച, അവയുടെ ഘടന സൃഷ്ടിച്ച, അവയെ നിലനിൽക്കാൻ സഹായിക്കുന്ന അവയുടെ പ്രേരണകളെയൊക്കെ നിലനിർത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പൂർണ്ണ ജ്ഞാനമായ ഭഗവാനെക്കുറിച്ച് അറിയുന്ന ആ അറിവാണോ വലുത്? ഇവിടെയുള്ള ഓരോ ശാസ്ത്രത്തെക്കുറിച്ച് അല്പജ്ഞാനം നേടി ഞാനെല്ലാം സംഭരിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന അറിവാണോ വലുത്? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. ഇവിടെ കാണുന്നത് എന്തും ഭഗവാന്റെ ബുദ്ധിയാണ്. അതാണ് മഹാബുദ്ധി എന്നല്ലേ ഭഗവാനെ കുറിച്ച് പറയുന്നേ. വളരെ മേധാശക്തി. ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് അതിന് പൂർണ്ണമായ മാർക്ക് കിട്ടി റാങ്ക് നേടുന്നവരെ നമ്മൾ പറയും, ഭയങ്കര ബുദ്ധിയാണ്, ഭയങ്കര മേധാശക്തിയാണെന്നൊക്കെ. പക്ഷേ ഇതെല്ലാം സൃഷ്ടിച്ച ആ ഭഗവാന്റെ ബുദ്ധിയോളം, ഭഗവാന്റെ അറിവോളം, ആ സ്കില്ല്, ഭഗവാന്റെ ടെക്നോളജിക്കൽ സ്കില്ലായാലും ഏതെല്ലാം തരത്തിലുള്ള ആ ജ്ഞാനം, ബുദ്ധി, ഭഗവാന്റെ ആ കഴിവിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ കഴിവ്, അത്രയും കഴിവുള്ള ആളെക്കുറിച്ച് അറിയുന്നതാണോ യഥാർത്ഥ ജ്ഞാനം? അദ്ദേഹത്തിന്റെ സൃഷ്ടികളായ ഓരോ ജീവജാലങ്ങളെക്കുറിച്ച് അല്പമായിട്ട് പഠിക്കുന്നതാണോ യഥാർത്ഥ ജ്ഞാനം? നമ്മൾ ആ അല്പജ്ഞാനികളായിട്ട് അല്പം മാത്രം പഠിച്ച് ഇതാണ് ജീവിതത്തിൽ എല്ലാം നേടിത്തരുന്ന പഠിത്തം, ഇവിടെയൊക്കെ കാണുന്ന നമ്മൾ പഠിക്കുന്ന പഠിത്തമാണ് യഥാർത്ഥത്തിലുള്ള പഠിത്തമെന്ന് കരുതി അതിൻ്റെ പിന്നാലെ ജീവിതത്തിൽ ഓടി ഒരു യൗവന പ്രായം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു തൊഴിലിൽ ചെന്നുപെടുന്നു. പിന്നെ കുടുംബത്തിൻ്റെ പ്രാരബ്ധം ഒരു കഴുതയെ പോലെ കുടുംബത്തെ നയിക്കുന്നു. ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും ഉരുണ്ട് വീണ് നമ്മളുടെ ആരോഗ്യം നശിച്ച് നമ്മൾ തിരികെ പോകുന്നു. ഇതല്ലേ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കർമ്മങ്ങളാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇവിടെ നമ്മളെ ആരാണ് സൃഷ്ടിച്ചത്? ഈ സൃഷ്ടികൾക്കെല്ലാം ചോദന നൽകി ഒരു നമ്മുടെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചാൽ പോലും ആ ബ്ലഡിൽ എന്തെല്ലാം ഘടകങ്ങൾ ക്രമമായ അളവിലുണ്ട്. അതിൽ പരിശോധനയിൽ ഏതെങ്കിലും ഒരു അളവ് ക്രമത്തിൽ കൂടുതലോ കുറയുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അതുപോലെ ബ്ലഡ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ലിക്വിഡുകളും പരിശോധിച്ച് നോക്കൂ. അപ്പോൾ എല്ലാം ശരീരത്തിന്റെ ഏതെങ്കിലും ഓർഗാനുകളൊക്കെ ക്രമം തെറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ക്രമമായിട്ട് ഇതിനെയൊക്കെ ചിട്ടയായിട്ട് ഇതെല്ലാം
കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആരെങ്കിലും ഒരാളുടെ നിയന്ത്രണം കൊണ്ട്, ഒരാളുടെ നിർദ്ദേശം കൊണ്ടല്ലേ ഇതെല്ലാം നടക്കുന്നത്. ഉറങ്ങുമ്പോഴും നമ്മൾ ശ്വസിക്കുന്നു, ജീവൽ പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നടക്കുന്നു. ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? നമ്മളിരുന്ന് പറയുമോ നമ്മളോട് തന്നെ, രാത്രിയിൽ ഞാൻ ഉണരുന്നവരെ എനിക്ക് ശ്വാസം വേണം, ശ്വസനമുണ്ട്, ജീവൽ പ്രവർത്തനങ്ങൾ നടത്തണം എന്നൊക്കെ മനുഷ്യരിരുന്ന് മനുഷ്യനെ കുറിച്ച് തന്നെ പറയുകയാണോ? അല്ല. നമ്മയൊക്കെ നിയന്ത്രിക്കാൻ, നമ്മെ വെറും ഒരു ചൂണ്ട് വിരലിലിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്ന വേറൊരു ശക്തി ഇവിടെയുണ്ട്. ആ ശക്തിക്കാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു എന്നും ജീസസ് എന്നും കൃഷ്ണനെന്നും വിഷ്ണുവെന്നും അയ്യപ്പനെന്നും ശാസ്താവെന്നും ഒക്കെ പറഞ്ഞ് പല നാമങ്ങളിൽ രൂപങ്ങളിലൊക്കെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ആ ഒരു അനന്തമായ ആ ശക്തിയാണ് സൂര്യനെ നിലനിർത്തി ഈ പ്രപഞ്ചത്തിനെ പ്രകാശപൂരിതമായി കർമ്മനിരതമാക്കി മാറ്റുന്നതും, ചന്ദ്രന് ശീതളിമ കൊടുക്കുന്നതും, കടലിന്, ഞാൻ എപ്പോഴും പറയുന്നു, കടലിന് സാന്ദ്രത കൊടുക്കുന്നതും, പർവ്വതത്തിന് കാഠിന്യം കൊടുക്കുന്നതും, എല്ലാം പൂവിന് സുഗന്ധം കൊടുക്കുന്നതും, ഒരു പയർമണിക്ക് വളരുവാനുള്ള ടെൻഡൻസി കൊടുക്കുന്നതും, ഓരോന്നിനും ഇവിടെ കാണുന്ന ഏത് ജീവജലങ്ങൾക്കാണ്. പക്ഷികൾ മനോഹരമായി പാടുന്നു, അവ പ്രജനന സമയത്ത് കൂടുകൂട്ടുന്നു. ഇതെല്ലാം ആരാണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത്? ഇവരെല്ലാം ഇത് പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അമ്മ പക്ഷി ചെയ്യുന്ന കണ്ടിട്ടാണ്, അല്ല അച്ഛൻ പക്ഷി ചെയ്യുന്ന കണ്ടിട്ടാണ്. ആ അച്ഛൻ പക്ഷിക്ക് അമ്മ പക്ഷിക്ക് മുമ്പ് അത് ആര് ചെയ്തു? അതിന് പൂർവികരെ ചെയ്തു. മനുഷ്യരും അതുപോലെ തന്നെയാണ്. പൂർവികരെ തപ്പി 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 പോയാൽ അവസാനത്തെ ഒരാളുണ്ടാവുമല്ലോ, ആദ്യം ഉണ്ടായ ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ഒരു മൃഗമോ എല്ലാം ഉണ്ടാവുമല്ലോ. അവരെ ആരാണ് ഇത് പഠിപ്പിച്ചു വിട്ടേ? അപ്പോൾ അവർക്ക് നിർദ്ദേശം കൊടുക്കാൻ അതിനു മുമ്പ് അവരെ സൃഷ്ടിച്ച ഒരാളുണ്ടാവും. ആ സൃഷ്ടികർത്താവാണ് ഈശ്വരൻ, ബ്രഹ്മം. ആ ബ്രഹ്മമാണ് ഇവിടെ നിലനിൽക്കുന്നതെല്ലാം. നമ്മളും ആ ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളിലിരിക്കുന്ന ഈ ബോധത്തെ എപ്പോഴാണ് നമുക്ക് നഷ്ടമാകുന്നത്? അപ്പോൾ നാം ആ ബ്രഹ്മത്തിൽ തന്നെയാണ് നമ്മുടെ ജഡം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നീട് ജഡമായി മാറുന്നത്. അപ്പോഴും നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, നാവുണ്ട്, നമുക്ക് സ്കിന്ന്, ത്വക്കുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമോ? അത് പ്രവർത്തിച്ച് ചുറ്റിനും നിന്ന് കരയുന്നവരുടെ കരച്ചിൽ കേട്ടുകൊണ്ട് നമ്മുടെ കണ്ണ് ഉണർന്നു നോക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഡെഡ് ബോഡിക്ക്? ഇല്ല. അപ്പോൾ ഇതൊക്കെ ആ ഡെഡ് ബോഡിയിൽ ഈ അവയവങ്ങൾ ഉണ്ടെങ്കിലും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചാലക ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി കടന്നുപോയി. അപ്പോൾ ആ ശക്തി ആരാണെന്നുള്ള അന്വേഷണം, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മൾ ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കുക എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള നിരന്തരമായ ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ നമ്മളെ ഉത്തരത്തിലേക്ക് ഒരു വലിയ മഹാസത്യമായ, അതാണ് മഹാസത്യം. മഹർഷിമാരൊക്കെ സത്യാന്വേഷികൾ എന്നവരെ പറയുന്നത് എന്താണ്? ഇവിടെ കാണുന്നതൊക്കെ വെറും മിഥ്യയാണ്, അല്പകാലത്തേക്കുള്ള ഒരു സംഭവം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ഒരു സത്യം ഇവിടെയുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു സത്യം ഇവിടെയുണ്ട്. എല്ലാ ജ്ഞാനത്തിൻ്റെയും, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ജ്ഞാനമാണ് ഭഗവാൻ. ജ്ഞാനം, കാരണം ഇവിടെ കാണുന്ന നമ്മൾ പഠിക്കുന്ന എല്ലാ ജ്ഞാനവും ആരിൽ നിന്ന് വന്നതാണ്? ഭഗവാനിൽ നിന്ന് വന്നതാണ്. ആ ഭഗവാനെ വിശ്വസിക്കുമ്പോൾ ഒരു അന്ധവിശ്വാസമാണെന്നാണ് നമ്മൾ പറയുക. അന്ധമായി തന്നെയാണ് ഭഗവാനെ വിശ്വസിക്കേണ്ടത്. കാരണം ആ വിശ്വാസം അന്ധമായാലും അന്ധമല്ലെങ്കിലും ആ വിശ്വസിക്കാൻ നമുക്ക് ബോധം തരുന്ന ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയാൻ തന്നെയുള്ള പ്രേരണ തരുന്ന ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഭാരതാംബയെ അറിയില്ല, ഭാരതാംബയെ അറിയും. ഭാരതത്തിനെ അറിയണം, ഭാരതത്തിനെ അറിയില്ല എന്നൊക്കെ പറയാനുള്ള ബോധമുള്ളത് കൊണ്ടല്ലേ ഈ എനിക്ക് ഭാരതാംബയെ അറിയാം എന്ന് പറയുന്ന ആൾ ആ നിമിഷം ബോധം കെട്ടാൽ പിന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? ഭാരതാംബയെ അറിയില്ല, ഭാരതത്തെ അറിയില്ല എന്ന് പറയുന്ന വ്യക്തിക്കും ആ ബോധം നഷ്ടപ്പെട്ടാൽ, ബോധമെന്ന് വെച്ചാൽ അതിരിക്കുന്ന ആ ജീവാത്മാ ചൈതന്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ജഡമല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് ഭാരതത്തെ അറിഞ്ഞാൽ എന്താ, അറിഞ്ഞില്ലേലെന്താ? അപ്പോൾ ഇവിടെ ആ വ്യക്തിയുടെ ഉള്ളിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. ഈശ്വരനെ നിഷേധിക്കുന്നവരുടെ ഉള്ളിലും ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന് വളരെ ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകും. ഏതൊരു സമയമാണോ ഈശ്വര നിഷേധികൾക്കും ഈശ്വരനെ അന്ധമായി വിശ്വസിക്കുന്നവർക്കും ഏതൊരു നിമിഷത്തിൽ നിന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ഈശ്വരൻ ഇറങ്ങിപ്പോകുന്നോ അപ്പോഴാണ് അവർ വെറും ജഡമായി 4-5 പേർ ചുമന്നുകൊണ്ട് പോകുന്ന, അല്ലെ വാഹനങ്ങളിൽ പ്രദർശനത്തിന് വെക്കുന്ന വെറും നിശ്ചലമായ ഒരു ജഡമായി കൊണ്ടു നടക്കുന്നത്.
ആ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ തർക്കവുമില്ല, വിതർക്കവുമില്ല, ഒന്നുമില്ല. എല്ലാം ഇവിടെ ഭഗവാനിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളാണ് എല്ലാം. നമ്മൾ ഈ ജീവജാലങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ തന്നെ കഴിയുന്നത് ഭഗവാൻ നമ്മുടെ ഉള്ളിലിരുന്ന് നമുക്ക് കാഴ്ച പ്രദാനം ചെയ്യുന്നത് കൊണ്ടാണ്. ഭഗവാൻ ഉള്ളിൽ ഇരുന്ന് നമുക്ക് ആ ചെവിയുടെ ആ ഇന്ദ്രിയത്തിന്റെ കർമ്മം നിർവഹിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെവിയിലൂടെ നമ്മളത് കേൾക്കുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ മനസ്സുകൊണ്ട് അറിഞ്ഞെടുക്കുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന ജ്ഞാനം മനസ്സിൽ ക്രോഡീകരിച്ച് അത് ബുദ്ധിയിൽ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ശരി തെറ്റുകളെക്കുറിച്ച് വ്യവച്ഛേദം ചെയ്യുന്നത്. എന്നാൽ മഹാശരി, മഹാസത്യം, മഹാജ്ഞാനം, അത് മഹത്തായ ഒരു ഉണ്മയെന്ന് വെച്ചാൽ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഉള്ള സാധനത്തിനെയാണ് ഉണ്മ എന്ന് പറയുന്നത്. ആ ഉള്ളതാണ് ഈശ്വരൻ. ആ ഉള്ളത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരുടെ ജീവനോടെ ഇപ്പോൾ ഉള്ള ഈ കാലഘട്ടത്തിൽ മനുഷ്യനിരിക്കുന്നത്. എപ്പോഴാണോ ആ ഉണ്മ നമ്മളിൽ നിന്ന്, ആ സത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നമ്മൾ വെറും ജഡമായി മാറുന്നത്. അപ്പോൾ ആ ജീവിതമാകുന്നതിന് മുമ്പ് നമ്മൾ ഈ മഹാസത്യം മനസ്സിലാക്കുക. സത്യസ്വരൂപനായ ആ ഭഗവാൻ ഇവിടെ നിലനിൽക്കുന്നു, എൻ്റെ ഉള്ളിലുണ്ട്, എല്ലാവരുടെയും ഉള്ളിൽ അവരുണ്ട് എന്നുള്ള ബോധത്തിൽ മനസ്സിലാക്കിയാൽ അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിലേക്കുള്ള ഒരു യാത്രയുടെ ആരംഭം. അതാണ് ബ്രഹ്മചര്യം. അല്ലാതെ ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. മഹർഷിമാർ മാത്രം ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, അവർ സന്യാസികളായതുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു, അല്ലെങ്കിൽ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന പുരോഹിതന്മാർ എന്തുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നില്ല, അവർ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നൊക്കെ ഇങ്ങനെയുള്ള വെറും സില്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന കാണാം. വിവാഹം കഴിച്ചാലോ കഴിച്ചില്ലേലോ ഇതൊന്നും ഇവിടെ ബ്രഹ്മചര്യത്തെ ബാധിക്കുന്നില്ല. നമ്മൾ എവിടെ ഇരുന്നാലും ബ്രഹ്മത്തിലൂടെ സഞ്ചരിക്കണം, ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തിൽ നിലനിൽക്കുന്ന നമ്മൾ ബ്രഹ്മത്തിലൂടെയാണ് ഈ ജീവിക്കുന്നത് എന്നുള്ള അറിവ് വരുന്നതിനെയാണ് ബ്രഹ്മചര്യം. അതിലൂടെ സഞ്ചരിച്ച് ആ പൂർണ്ണമായ ജ്ഞാനത്തിന്റെ ഒരു തുള്ളിയെങ്കിലും അറിയാൻ ശ്രമിക്കുന്നവരാണ് സത്യാന്വേഷികളായ യോഗീശ്വരന്മാർ. ആ യോഗികളുടെ ഹൃദയത്തിൽ, യോഗി ഹൃദയാനഗമ്യം എന്നല്ലേ, യോഗികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ ആരാണോ ശ്രമിക്കുന്നത്, ആ ശ്രമിച്ച് ചെല്ലുന്നവരുടെ ഉള്ളിലേക്ക് ഒരു പ്രകാശബിന്ദു പോലെ ഭഗവാൻ വന്ന് ചേരും. ചിലർ ഭഗവാനെ ഒരു രൂപമില്ലാത്ത അരൂപിയായി ആരാധിക്കുന്നു. അതങ്ങനെയുള്ള യോഗികളാണ് ഭഗവാൻ. ഇതെല്ലാം ഒരു എനർജിയാണ്, ആ ശക്തിയാണ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷെ ആ അരൂപിയായ രൂപത്തിനും ഒരു രൂപം നൽകി നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് നിരന്തരം സ്മരണയിൽ കൊണ്ടുവരാൻ കഴിയും. അത് അവനവൻ്റെ ഇഷ്ടമുള്ള രൂപത്തിലാണ് നമ്മൾ ഓരോരുത്തരും അതിനെ ആരാധിക്കുന്നത്. പക്ഷേ ആ രൂപമാണ് സത്യം, ആ രൂപം തന്നെയാണ് യഥാർത്ഥത്തിലെ ഈശ്വരൻ എന്ന് ചിന്തിക്കാനും പാടില്ല. നമ്മളിപ്പോൾ കൃഷ്ണ വിഗ്രഹത്തെ ആരാധിക്കുന്നു, പക്ഷെ അത് തന്നെയാണ് കൃഷ്ണൻ, അതാണ് ഈ പ്രപഞ്ചശക്തി എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം അത് നമുക്ക് ഒരു രൂപത്തിൽ നമുക്ക് ഭഗവാനെ സകാര രൂപത്തിൽ ഭഗവാനെ ആരാധിക്കുവാനുള്ള ഒരു പ്രേരണ തന്ന് മനസ്സിനെ നിശ്ചലമാക്കാനുള്ള അല്ലെങ്കിൽ ഏകാഗ്രമാക്കാനുള്ള ഒരു സ്രോതസ് മാത്രമാണ്. അതിനും ഉപരിയാണ് ഭഗവാൻ. അതാണ് ഭഗവാൻ. ആ ഭഗവാനെ തന്നെ ഈ ഭഗവാൻ കൃഷ്ണന്മാരും ആ ഗോപീജനങ്ങളും ഭഗവാനും തമ്മിൽ അകലുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ കൃഷ്ണഭക്തി തന്നെയാണ്. ഭഗവാനെ പൂർണ്ണ മനസ്സോടെ ഭഗവാനെ തന്നെ നിരന്തരം ഭഗവാനെ കണ്ട് ആ ഒരു ലയനത്തിലേക്ക് തന്നെ വന്ന് ഭഗവാൻ ഇല്ലെങ്കിൽ ഇനി ഞങ്ങളില്ല എന്നൊരവസ്ഥയിലേക്ക് വന്ന ആ ഗോപീ ജനങ്ങളുടെ ഉള്ളിൽ എൻ്റെ ഈ കാണുന്ന ശരീരമല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്, എന്നെ നിരന്തരം സ്മരിക്കൂ, ഞാനെന്ന ശക്തിയെ നിരന്തരം നിങ്ങളുടെ സ്മരണയിലുണ്ടാവൂ എന്നുള്ള ഒരു സന്ദേശമാണ് ആ ഭഗവാൻ വൃന്ദാവനം വിട്ട് മധുരാപുരിക്ക് പോകുന്ന ആ യാത്രയുടെ തന്നെ സന്ദേശം, അതിൻ്റെ തത്വം. പിന്നീട് ഭഗവാനെ അവർ കാണുന്നേ ഇല്ലല്ലോ. പക്ഷേ കണ്ട് അതിൽ തന്നെ ആ കൃഷ്ണ രൂപത്തിൽ തന്നെ അവർ ലയിച്ച് അവർക്ക് പരമമായ മോക്ഷം ലഭിക്കാതെ വരുമെന്ന് ഭഗവാൻ അറിയാം.
അപ്പോൾ അതുകൊണ്ടാണ് തൻ്റെ ശരീരത്തെ അവർക്ക് കാണാത്ത വിധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ശരീരം പിന്നീട് അവർ കാണുന്നേ ഇല്ല ഭഗവാന്റെ. ആ ഭഗവാനോടുള്ള നിരന്തര സ്മരണ കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ശരിയായ ഭക്തി. നമ്മൾ ഒരു രൂപത്തെ ആരാധിച്ച്, ഏതെങ്കിലും ഒരു പ്രകൃതിയെ ആരാധിച്ച് അതിനുശേഷം അതിൽ നിന്ന് വിട്ട് നമ്മൾ പൂർണ്ണമായ ആ ഭഗവത് ഭക്തിയിൽ നിരന്തരം മനസ്സുകൊണ്ട് രമിക്കണം. ആ മനസ്സുകൊണ്ട് നിരന്തരം ആ ഭക്തിയിൽ ഭഗവാനിലേക്ക് രമിക്കുവാനുള്ള ചിന്തകളുടെ ഏതാനും തുള്ളികളാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചത്. അപ്പോൾ ആ ചിന്തകളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങൾക്ക് അനേകം ചോദ്യങ്ങൾ കിട്ടും. ആ ചോദ്യങ്ങളാണ് നിങ്ങളെ മേലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന, ഈ ആത്മീയതയുടെ മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന തുടക്കത്തിലുള്ള ചിന്തകളാണിതെല്ലാം. ഈ ചിന്തകളിലൂടെ തന്നെ ഈ ദിനങ്ങളിൽ കടന്നു പോവുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.